ഹായ് അസ്സലാമു അലൈക്കും. സുലൈമാനി വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. റേഷൻ കടയിൽ ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്കും അങ്ങനെ ഒരു കിറ്റ് കിട്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ദിവസം APL കാർഡുകാർക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിനിഞ്ഞാന്ന് മുതൽക്കാണ് ഇവിടെ BPL കാർഡുകാർക്ക് ഇങ്ങനെ ഓണക്കിറ്റ് വിതരണം ചെയ്തത്. ഇതിൽ ശർക്കര കണ്ടോ, ഇങ്ങനെ പീസായിട്ടല്ല, ഇതുപോലെ ഒരൊറ്റ അച്ചായിട്ടാണ് കേട്ടോ. 1 കിലോൻ്റെ ശർക്കരയാണിത്. ഇത് കുറച്ച് വിവാദമായതൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ചാനലിന് വേണ്ടി 3 കുട്ടി കുറുമ്പന്മാർ ഓണാശംസകൾ പ്രത്യേകം നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലിപ്പും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. എല്ലാ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചൊക്കെ ആ ശർക്കരയുടെ കാര്യമൊക്കെ കുറച്ച് വിവാദമായതാണ് രാഷ്ട്രീയപരമായിട്ട്. അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കറക്റ്റ് 1 കിലോനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. കറക്റ്റ് 1 കിലോ ഉണ്ട്. ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വലിയ അച്ചുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസും കൂടെ അവർ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ വിവാദത്തിന് ശേഷമായിരിക്കും അവരങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നുറുക്ക് ഗോതമ്പാണെങ്കിലും 1 കിലോ ഉണ്ട്. പഞ്ചസാര ഒക്കെ ഒന്ന് നോക്കിയപ്പോൾ എല്ലാം ഓരോ കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇതൊക്കെ ഇനി കവറിലേക്ക് തന്നെ തിരിച്ച് വെക്കട്ടെ. അപ്പോൾ ഈ ശർക്കര, ഇതിൻ്റെ ഷേപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വൃത്തിയുള്ള ശർക്കരയാണ്. ഞാനിത് കവറിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ. ഇത് ആ ഫസ്റ്റ് പാക്കിംഗ് ആണ്. പിന്നെ വെയിറ്റ് കുറവാണെന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ വന്നതിന് ശേഷമായിരിക്കും ഇതുപോലൊരു പീസും കൂടെ പിന്നെ അതിലേക്ക് ചേർത്തിട്ട് അവർ ഒന്നിച്ച് പാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഷായുവിൻ്റെ അപ്പുറത്തുപ്പുറത്ത് ഇരിക്കുന്നത് ഇക്കാടെ അനിയന്മാരുടെ മക്കളാണ്. അത് അയാൻ റഹ്മാൻ, ഷയാൻ മുഹമ്മദ്, മിഷാൽ മുസ്തഫ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ.